ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ഇഫ്താർ സ്നാക്കാണ് കേട്ടോ. ഇഫ്താർ സ്നാക്ക് എന്ന് മാത്രമല്ല എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നല്ല മഴയുള്ള സമയത്ത് ചൂട് കാപ്പിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കാണ് നമ്മുടെ ഉള്ളിവടയാണ്. അപ്പോൾ ഉള്ളിവടയുടെ റെസിപ്പി നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടില്ല. നിങ്ങൾ ഇതുപോലെ ഉള്ളിവട ഉണ്ടാക്കാറില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇളം ചൂടോടുകൂടി കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇളം ചൂടിൽ തന്നെ കഴിക്കണം കേട്ടോ, അതാണ് ടേസ്റ്റ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഉള്ളിവട തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഒരുപാട് കാര്യങ്ങളൊന്നും എടുത്ത് വെച്ചിട്ടില്ലല്ലോ എന്ന്. ഞാനിപ്പോൾ ഒരു 5 സവോള നീളത്തിൽ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏറ്റവും തിന്നായിട്ട് സ്ലൈസ് ചെയ്യാൻ നോക്കാം കേട്ടോ. അതുപോലെ 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഒരു 5 പച്ചമുളക് അല്ലെങ്കിൽ 4 പച്ചമുളക്, നമ്മുടെ എരിവ് അനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം തീരുമാനിക്കാം. നമ്മളിതിലേക്ക് മുളക് പൊടി ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ പച്ചമുളകിൻ്റെ എണ്ണം കുറച്ചാലും കുഴപ്പമില്ല. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പച്ചമുളക് ഒട്ടും തന്നെ ചേർക്കണ്ട കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ സവോള ഒരു പാത്രത്തിലേക്ക് മാറ്റാം, വലിയ പാത്രത്തിലേക്ക് മാറ്റണം. ഇതുപോലെ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു 2 പിഞ്ച് അല്ലെങ്കിൽ 3 പിഞ്ച് ബേക്കിംഗ് സോഡയാണ്, ബേക്കിംഗ് പൗഡർ അല്ല, അത് ചേർക്കുക. അതിനുശേഷം ഉപ്പും ചേർക്കുക. ഉപ്പ് ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട്, ആവശ്യമാണെങ്കിൽ നമുക്ക് വീണ്ടും മിക്സ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ സവോളയിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങുകയും ചെയ്യും, സവോള ഒന്ന് സോഫ്റ്റായി വരികയും ചെയ്യും. ഇതുപോലെ ഒന്ന് നന്നായിട്ട് തിരുമ്മി കഴിയുമ്പോൾ, പച്ചമുളക് ഇട്ടിട്ട് തിരുമ്മാണെങ്കിൽ കൈ പുകയാൻ സാധ്യതയുണ്ട്, നമുക്ക് എണ്ണയൊന്നും ചേർക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ സവോള മാത്രം ആദ്യം തിരുമ്മിയെടുക്കുക. ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടി ചേർക്കാം. കറിവേപ്പിലയൊന്നും മുറിക്കണ്ട, ഇതുപോലെ തന്നെ ചേർത്താൽ മതി. അതിനുശേഷം അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതൊരു 5 മിനിറ്റോളം ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ സവോളയിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ സവോള കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ 1 ടീസ്പൂൺ വരെ ചേർക്കാം. എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. പിന്നെ പച്ചമുളകിൻ്റെ എരിവൊക്കെ വരുമല്ലോ. പിന്നെ ഒരു 2 പിഞ്ച് കായപ്പൊടി, പിന്നെ നമ്മുടെ പച്ചമുളക് കട്ട് ചെയ്തത്, ഒരു മുട്ട, 1 or 2 മുട്ട നിങ്ങൾക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഒരു മുട്ടയെ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം. കടലമാവ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം. ഞാനിപ്പോൾ 1/4 കപ്പേ ചേർക്കുന്നുള്ളൂ. കടലമാവിനേക്കാൾ കൂടുതലായിട്ട് മൈദപ്പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് മൈദപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടി ആണെങ്കിലും ചേർക്കാം, പക്ഷേ ടേസ്റ്റ് മൈദപ്പൊടി ചേർക്കുമ്പോഴാണ്. പിന്നെ നമ്മളൊരു 1/4 കപ്പ് മൈദപ്പൊടിയും കൂടി ചേർക്കുക. പൊടിയുടെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ കുഴയ്ക്കുന്നതും സവോളയിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൻ്റെ അളവും അനുസരിച്ച് പൊടിയുടെ അളവിൽ വ്യത്യാസം വരാം. ഞാനിപ്പോൾ ഏകദേശം കണക്കാണ് പറഞ്ഞത്. ഇനി നമുക്കിതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനിയും പൊടി ചേർക്കേണ്ടി വരും കേട്ടോ. ഞാൻ മൈദപ്പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് കടലമാവ് മതിയെന്നുണ്ടെങ്കിൽ കടലമാവ് ചേർത്ത് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് സവോളയിലേക്ക് മസാല നമ്മുടെ പൊടികളെല്ലാം പൊതിഞ്ഞിരിക്കുന്ന പരുവത്തിൽ വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ ഈ മുട്ടയുടെ നനവിൽ ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഒരുപാട് പൊടി വേണ്ട എന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പും കൂടി പൊടി ചേർത്തിട്ട് നിർത്താം. ഞാനിപ്പോൾ 1 കപ്പും കൂടി പൊടി ചേർക്കുന്നുണ്ട്, മൈദപ്പൊടിയാണ് ചേർക്കുന്നത്. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. വെള്ളം കുറവായിട്ട്, നനവ് കുറവായിട്ട് തോന്നുമ്പോൾ മാത്രം നമ്മൾ വെള്ളം തളിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കുഴയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഒന്ന് തളിച്ചു കൊടുത്താൽ മതി. ഇത് നമ്മൾ 5 മിനിറ്റ് കുഴച്ചെടുത്തത് കൊണ്ട് ഇനി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഉടനെ തന്നെ നമ്മുടെ സ്നാക്ക് റെഡിയാക്കി എടുക്കാം. നമ്മൾ കുഴച്ചെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, സവോള വെറുതെ മുറിച്ച് മാത്രം എടുത്തിട്ട് ഇപ്പോൾ എല്ലാം ചേർത്താണ് കുഴയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ സവോളയിൽ നിന്ന് വീണ്ടും വെള്ളം ഇറങ്ങും, അപ്പോൾ നമ്മുടെ അളവ് തെറ്റും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ആദ്യമേ സവോള ഒന്ന് കുഴച്ചെടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്തെടുക്കുകയാണ് എപ്പോഴും നല്ലത്. പിന്നെ ഞാൻ ഒരിത്തിരി വെള്ളം തളിച്ചു കൊടുക്കട്ടെ. ഇപ്പോൾ ഉണ്ടോ നമ്മുടെ സവോളയുടെ മാവ് ഇതുപോലെ നമ്മൾ ഉരുട്ടി കുഴച്ചെടുത്തിട്ടുണ്ട്. ഉരുട്ടി കുഴയ്ക്കാന്ന് വെച്ചാൽ കുഴച്ച് വരുമ്പോൾ ഈ ഒരു ഉരുട്ടി എടുക്കാൻ പറ്റുന്ന പാകത്തിൽ കുഴച്ചെടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. എണ്ണ ചൂടാക്കിയിട്ട് സവോള വട റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് പക്കോട മാതിരി മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചായിട്ട് സ്പൂണിലോ അല്ലെങ്കിൽ കൈ കൊണ്ടോ എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ വടയായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കൈ ഒന്ന് ചെറുതായിട്ട് നനയ്ക്കുക. അതിന് ശേഷം
നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വിരലുകളിൽ വെച്ച് പരത്തി കൊടുക്കുക. തിക്നെസ് കുറച്ചെടുക്കുക മാക്സിമം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേഗം ഉള്ളു കുക്കായി കിട്ടാനാണ് തിക്നെസ് കുറച്ചെടുക്കുക എന്ന് പറയുന്നത്. ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. വീണ്ടും കൈ നനച്ചതിന് ശേഷം മാത്രം മാവ് എടുക്കുക കേട്ടോ. ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും കൈ നനച്ചതിന് ശേഷം മാത്രം മാവ് എടുക്കുക. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഷേപ്പായി വരുന്നില്ല എന്നുണ്ടെങ്കിൽ പക്കോട മാതിരി ഇട്ട് കൊടുക്കുക. നമുക്ക് പക്കോട പോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് സ്പൂൺ ഉപയോഗിച്ചോ കൈ ഉപയോഗിച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇടാം. അത് നിങ്ങളുടെ ഇഷ്ടം. ഞാനിപ്പോൾ ഈ രീതിയിലാണ് ചെയ്യുന്നത്. പിന്നെ 2 മുട്ട ചേർക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ ഒരു 4 എണ്ണമാണ് ഒരുമിച്ച് ഒരു സമയത്ത് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഒരുപാട് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ എല്ലാം കൂട്ടി മുട്ടി വേവാൻ സമയം കൂടുതലെടുക്കും, എണ്ണ വലിക്കുകയും ചെയ്യും. ഇതാവുമ്പോൾ എണ്ണ വലിക്കില്ല, കുറച്ചിട്ടിട്ട് നമ്മൾ പൊരിച്ചെടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതൊന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് സാധാരണ പോലെ അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ടിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ടത് തിരിച്ചിടാറായിട്ടുണ്ട്. ഇത് കണ്ടോ, വേഗം തന്നെ റെഡിയായി വരും കേട്ടോ. ഇതിപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്. ടൊമാറ്റോ സോസിൻ്റെ കൂടെ വളരെ നല്ല കോമ്പിനേഷനാണ്. ഇല്ലെങ്കിൽ ചട്നിയുടെ കൂടെയും കഴിക്കാം. പക്ഷേ എനിക്കിഷ്ടം ടൊമാറ്റോ സോസിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാനാണ്. ഇതൊന്നുമില്ലാതെ വെറുതെ കഴിക്കാനും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഒരു 3-4 സവാളയും കുറച്ച് സമയവും ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു 15 മിനിറ്റ് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ സ്നാക്കാണ്. അപ്പോൾ ഇഫ്താറിന് മാത്രമല്ല അല്ലാത്ത സമയങ്ങളിലും നമുക്ക് വൈകുന്നേരം 4 മണിക്ക് ചായയുടെ കൂടെ പലഹാരമായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളിതുപോലെ മുട്ട ചേർത്തിട്ട് സവാളയോടെ ഉണ്ടാക്കാറുണ്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാറുണ്ടെങ്കിലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യണേ, ഉണ്ടാക്കിയിട്ടുള്ള അഭിപ്രായം എന്താണെന്നുള്ളതും. അപ്പോൾ ഇത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ നമ്മൾ അരിപ്പൊടിയും കോൺഫ്ലോറും ഒന്നും ചേർക്കണ്ട ക്രിസ്പി ആവാനായിട്ട്. ആ മുട്ട ഉണ്ടെങ്കിൽ ക്രിസ്പി ആയി കിട്ടും. ചെറിയ ചൂടോടെ കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറന്നു പോകരുത് കേട്ടോ. പിന്നെ ഇത് ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഉണ്ടോ, റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു സൈഡും കൂടെ ഒന്ന് തിരിച്ചിട്ടിട്ട് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതുപോലെയുള്ള ഈസി സ്നാക്ക് റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നെല്ലാം കമൻറ്റ് ചെയ്യണേ. ഇതെന്താണ് കമൻറ്റ് ചെയ്യണം എന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് കമൻസിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. സവോളയല്ലേ, വേറെ മധുരമുള്ള സ്നാക്സ് ഒന്നുമല്ലല്ലോ. മധുരമുള്ളതാണെങ്കിൽ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഒഴിവാക്കേണ്ടി വരും. ഇത് മധുരമൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും ഒരെണ്ണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പരത്തി ഉണ്ടാക്കുകയാണെങ്കിൽ വേഗം തന്നെ കുക്കായി കിട്ടും. നിങ്ങൾക്ക് എത്രത്തോളം മൊരിഞ്ഞ് കിട്ടണം എന്നുള്ളതനുസരിച്ച് മൊരിച്ചെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരുപാട് വല്ലാണ്ട് ഡാർക്ക് കളർ ആക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ഒരു കളറിലാവുമ്പോൾ തന്നെ നമുക്ക് എടുക്കാം. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ എണ്ണയിൽ നിന്ന് മാറ്റി ചൂട് മാറി കഴിയുമ്പോൾ ഒന്നുകൂടി കളർ മാറും. നമുക്ക് ഇൻസൈഡ് കുക്കായി കിട്ടുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. കണ്ടോ, നമ്മുടെ ഫസ്റ്റ് ബാച്ച് സവാള വട റെഡി ആയി കഴിഞ്ഞു. എണ്ണ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഈ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത ബാച്ച് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കട്ടെ. കംപ്ലീറ്റ് ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ഉള്ളിവടയൊക്കെ ഏകദേശം റെഡിയായി. ഇനി കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ, ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു അളവിൽ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും. പിന്നെ നമ്മൾ പൊടി കൂടുതൽ ചേർക്കരുതെന്ന് മാത്രം. സവാള ആയിരിക്കണം കൂടുതൽ ഉണ്ടാകുന്നത്, പൊടി കുറവായിരിക്കണം. അതെപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.